നമ്മളിത് പൈസയ്ക്ക് വിൽക്കുന്നില്ലാന്നേ ഉള്ളൂ. പൈസയ്ക്ക് വിൽക്കുന്നില്ലാന്നേ ഉള്ളൂ. ഇത് അമൂല്യമാണ്. ശ്വാസം പോലെ, ഭക്ഷണം പോലെ, വസ്ത്രം പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോഗ്രാം. എത്രത്തോളം നിങ്ങൾക്ക് ഭക്ഷണം വലുതാണോ, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസം വലുതാണോ, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വലുതാണോ, എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ വലുതാണോ, അതിനേക്കാൾ വലുതാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശ്വാസത്തെക്കാൾ വലുതാണിത്. കാരണം ശ്വാസം നിലച്ചാലും നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ശക്തി, ഹൈ പവർ ആണ് ഇവിടെ നേടുന്നത്. ഈ ഹൈ പവർ നേടാൻ വേണ്ടിയിട്ട് ആണ് മനുഷ്യൻ മുഴുവൻ ജീവിക്കുന്നത്. നിങ്ങൾ ഒരാൾക്കെങ്കിലും വിഷമിക്കുന്ന, മനസ്സുകൊണ്ട് വിഷമിക്കുന്ന, ദുഃഖം തോന്നുന്ന ഒരു മനസ്സിന്, ഒരു ആത്മാവിന് ഇത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും വലിയ പുണ്യം വേറെയില്ല. അതിനാണ് ഈ കഴിഞ്ഞ 2 മാസത്തിലധികമായി ഒരു ദിവസം പോലും ഇടവേളകളില്ലാതെ, ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ, നിങ്ങൾ ഇതിൻ്റെ ഒരു 2.5 hours കണക്കൂട്ടി വയ്ക്കുമോ? എത്ര മണിക്കൂർ? അപ്പൊ നിങ്ങൾ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ജീവിതത്തിൽ ഡെയിലി ഇതിന്റെ പ്രചരണത്തിനായി മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് 20 മിനിറ്റ്. ആദ്യം വന്ന ആൾക്കാരോടല്ല കേട്ടോ പറയണത്. ആദ്യത്തെ ദിവസം ഇതിനകത്തോട്ട് വന്ന ആൾക്കാരോടല്ല പറഞ്ഞത്. ഇതെന്താണ് എന്ന് മനസ്സിലാക്കി ഇതിന്റെ കൂടെ നിൽക്കുന്ന ഒരു കുറച്ച് ആളുകളോടാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവർ ആദ്യമായി വന്നവർ തുടരുക. നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ നിങ്ങളും പബ്ലിസിറ്റി കൊടുക്കുക. നിങ്ങൾ ഇന്ന് വരെ നിങ്ങൾ ജീവിതത്തിൽ പരിഗണിച്ചിട്ടില്ലാത്ത, നിങ്ങൾ കേട്ടിട്ടുണ്ട് ആത്മാവെന്നും മനസ്സെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മനസ്സെന്താണ്, ശരീരം എന്താണ്, ആത്മാവ് എന്താണ്, ഇന്ന് വരെ പരിഗണിക്കാത്ത ഒരു ആത്മാവ്, ആ ആത്മാവിനെ എങ്ങനെ പരിഗണിക്കും? എങ്ങനെയാണ് അതിന്റെ ശക്തി നേടിയെടുക്കുക? എങ്ങനെയാണ് അതിലൂടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഒരു മനുഷ്യന് വിജയം നേടാൻ കഴിയുന്നത്? അവന്റെ ഇമോഷനുകളെ അവൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്? അവന്റെ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന്. നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും വേണ്ട. എല്ലാം നിങ്ങളുടെ പുറകെ വരും. എല്ലാം നിങ്ങളുടെ പുറകെ വന്നെന്നുണ്ടെങ്കിൽ കുറച്ച് ത്യാഗം അനുഭവിക്കണം, അല്ലെ? കുറച്ച് ത്യാഗം അനുഭവിക്കണം. ചുമ്മാ ഇരുന്നിട്ട് എനിക്കിങ്ങ് പോന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും സാധനം വരുമോ? അതിന് ഒരു ചില ഡിമാൻഡ്സ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്തും നിങ്ങളുടെ ആത്മാവിന് ആഗ്രഹമുള്ളത് എന്തും, നിങ്ങളുടെ മനസ്സിനല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്നതല്ല, നിങ്ങളുടെ ആത്മാവിന് എന്നെ അറിയാം, ശരിക്കറിയാം. നിങ്ങളുടെ മനസ്സിനാണ് എന്നെ അറിയാത്തത്. ഞാൻ കണ്ണടയ്ക്കൂ എന്ന് പറയുമ്പോൾ കണ്ണടയ്ക്കല്ല നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ കണ്ണടയ്ക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കണ്ണ് അകത്ത് തുറക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ അവിടെ ഒളിപ്പിച്ച് വച്ചിട്ടുള്ള ഒരു നിധി, ഒരു ട്രഷർ, അതിനെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനെ കണ്ടെത്താൻ, അതിനെ ഒന്ന് ദൂരെ നിന്നൊന്ന് വീക്ഷിക്കാൻ, തൊട്ടടുത്തൊന്നും പോകാൻ നിങ്ങൾക്ക് എപ്പോഴും കഴിയില്ല. തൊട്ടടുത്തായിട്ട് ഞാൻ കൊണ്ടുപോകാം. നിങ്ങൾ അതിന്റെ ബേബി സിറ്റിംഗിലാണല്ലോ. ബേബി സിറ്റിംഗ് എക്സ്പീരിയൻസ്. ലൈറ്റ് കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. നത്തിങ്, ഒന്നുമല്ലാതൊന്നും. ഡോണ്ട് എക്സൈറ്റ്, ആശ്ചര്യപ്പെടരുത്, അത്ഭുതപ്പെടരുത്, ഒന്നുമല്ലാതെ. ഫസ്റ്റ് സ്റ്റെപ്പ് പോലും വച്ചിട്ടില്ല. ഇത്രയും കാൽ നിങ്ങൾ കെട്ടിപ്പൂട്ടി വച്ച ആ നിധിയിലേക്ക് കടന്നു പോകണമെങ്കിൽ
അതിന്റെ കാവൽക്കാരെ ഭേദിക്കണം. ആദ്യം വാതിൽ തുറക്കണം. സ്വയം കാവൽക്കാരെ ആട്ടിയകറ്റണം. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന, കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുരത്തി ഓടിക്കണം. പ്രശ്നക്കാരെ തുരത്തി ഓടിക്കണം. പലതും ഉണ്ട് കൂടെ, പല സൂക്ഷ്മ ശക്തികളും ഉണ്ട്. എല്ലാത്തിനെയും അടിച്ചോടിക്കണം. അതിനാണ് ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. 95% സക്സസ് റേറ്റ് ആണ്. 95%. ഒരു പ്രോഗ്രാമിന് ലോകത്തിൽ എവിടെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഇതുപോലെ സക്സസ് റേറ്റ് ഉണ്ടാക്കാൻ പറ്റൂല. ഇവിടെ ഒന്ന് നോക്കിക്കോ. പ്രശ്നപരിഹാരമില്ലാതെ 95% എവിടെ പോയാലും പ്രശ്നപരിഹാരം കിട്ടൂല. കാരണം അവര് വേറൊരു രീതിയിലാണ്. ഇതിനകത്ത് തെറിച്ചു പോയ 2-3 പേരുണ്ട്. എനിക്കറിയാം എന്താ കാരണം. ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ കഴിയൂല, അടിച്ചു പുറത്തു പോകും. അവന് ജീവിതത്തിൽ മനസ്സമാനം ഉണ്ടാവൂല. ഇത് പറയുമ്പോ ഇതെന്നെ പ്രാഗലൊന്നും അല്ല. അത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യരുത്. ഞാനൊരു ഗ്രൂപ്പ്, ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ വരുന്നത് വേറെ ആൾക്ക് ഫോർവേഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഫോർവേഡ് ചെയ്ത ആൾ അപ്പൊ തന്നെ തെറിച്ചു പോയി. ഒരു കാരണം ഉണ്ടായി. അത് മാത്രമേ ഉള്ളൂ. അതാണ് ആത്മജ്ഞാനം. അത് ഹൃദയം കൊണ്ട് കാണണം. മനസ്സുകൊണ്ട് കണ്ടാൽ പറ്റൂല. ഗീതയും ബൈബിളും ഖുറാനും മനുഷ്യനിറങ്ങിയതല്ല. മനുഷ്യനിറങ്ങിയതാന്ന് എല്ലാരും വിചാരിക്കുന്നത്. എല്ലാരും പറഞ്ഞേക്കുന്നതും അങ്ങനെ തന്നെ. അല്ലടോ, അല്ല. ഗീതയും ഖുർആനും ബൈബിളും ഒന്നും നിങ്ങൾക്കുള്ളതല്ല. അത് ആത്മാക്കൾക്കുള്ളതാണ്. മതത്താൽ വേർതിരിക്കാത്ത, അടികൂടാത്ത, പ്രശ്നമുണ്ടാക്കാത്ത ആത്മാക്കൾക്കുള്ളതാണ്. ആത്മാവിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ ആത്മാവ് തുറന്നു വെച്ച് ഹൃദയം കൊണ്ട് നിങ്ങൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അത്യത്ഭുതങ്ങൾ, മിറാക്കിൾസ്. ഹൗ ക്യാൻ വി ലീഡ് അവർ ലൈഫ്? എങ്ങനെ നമ്മുടെ ജീവിതം നയിക്കാം എന്ന് കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ കാണുക? നോമ്പും നിസ്കാരവും ഹജ്ജും സക്കാത്തും ദാനവും പൂജകളും കുർബാനകളും ഇതൊക്കെ നിങ്ങൾ കാണുള്ളൂ. യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇന്ന് വരെ മറ്റുള്ളവർ മാത്രം പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങള് ഇപ്പൊ കുറച്ചൊക്കെ നിങ്ങളുടെ ആത്മാവ് പറയുന്നത് കേൾക്കാൻ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങുമ്പോ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുണ്ടാവുള്ളൂ. അപ്പൊ മാത്രമേ രക്ഷയുണ്ടാവുള്ളൂ, അല്ലാതെ രക്ഷയുണ്ടാവില്ല. കുറെ വർഷമായിട്ട് നിങ്ങൾ അലട്ടുന്ന പ്രശ്നം ഇവിടെ വന്നിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് തീർത്തോ എന്ന് പറഞ്ഞാൽ തീരൂല. നിങ്ങൾ ഇവിടെ ഇരിക്കണം. മിനിമം 21 ദിവസം രാവിലെ ഇരിക്കണം. ഞാൻ പറയുമ്പോൾ കണ്ണടച്ചിരിക്കണം. അപ്പോഴേ പാതി വഴി എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന്. പാതി വഴി നിങ്ങൾ വരണം. അപ്പോഴേ നിങ്ങളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പഴയ ഓൺലൈൻ ക്ലാസ്സുകളിലും അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ച മട്ട് വീണ്ടും പോയി ബ്രീത്ത് ഇൻ വിതൗട്ട്, ബ്രീത്ത് ഇൻ വിതൗട്ട്. ഈ കളി കളിക്കേണ്ടി വരും. ഒരു കളിയുടെ ആവശ്യമില്ലെന്നേ. ഒന്നും വേണ്ടാന്ന്. ഒരു ടാപ്പിങ്ങും വേണ്ട, ഒരു ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കും വേണ്ട, ഒരു കുന്തും വേണ്ടാന്ന്. അതൊക്കെ ചെയ്യണവർ ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നിന്റെ ആവശ്യമില്ല. ചുമ്മാ ഒന്ന് കണ്ണടച്ച ഒരു സെക്കൻഡ് ഇരുന്നാൽ മതി. ഐ വിൽ കണക്ട്. എനിക്ക് കഴിയും അതിന് സാക്ഷികൾ ഇതിനകത്ത് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അതാ ഫീൽ ചെയ്യുന്ന, ഡെയിലി ലൈഫിൽ ഫീൽ ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഡെയിലി ലൈഫിൽ ഫീൽ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. 17,000 സ്വാഹ എന്ന് പറഞ്ഞല്ലേ? എന്തൊക്കെ നിങ്ങൾ ചെയ്തു? എന്തൊക്കെ സോഹം എന്തൊക്കെ ചെയ്തു നിങ്ങള്? നത്തിങ്. നോ പ്രയർ, നോ മന്ത്രാസ്,
ഒരു പ്രാർത്ഥനയില്ല, ഒരു മന്ത്രമില്ല, ഒന്നുമില്ല. ദാറ്റ് ഈസ് ഹ്യൂമൻ സയൻസ്. അതാണ് മനുഷ്യന്റെ സയൻസ്. അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈശ്വരൻ, ദൈവം, സൃഷ്ടാവ്, യഹോവ, കർത്താവ്, അള്ളാഹു, ആ പരമാത്മാവ് നിങ്ങൾക്ക് നൽകിയ പവർ അതാണ്. നോ മന്ത്രാസ്, നോ പ്രതീകം വേണ്ട, ബിംബങ്ങൾ വേണ്ട, മന്ത്രം വേണ്ട, ഒന്നും വേണ്ട. യു ക്യാൻ ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്നോ, ഞാൻ പ്രൂവ് ചെയ്തു തരാം. നിങ്ങളുടെ ലൈഫിൽ എത്ര ദിവസം ഇരിക്കണം എന്നൊന്നും പറയാൻ പറ്റൂല. കണ്ടീഷൻ വെക്കാൻ പറ്റൂല. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. കണ്ടീഷൻസ് ഇല്ല. എഴുതി ഗ്രൂപ്പിലൊക്കെ പോണ എന്നാ മെസ്സേജ്? നിങ്ങൾ എന്ത് പ്രശ്നത്തിനും പരിഹാരം തേടി ഇവിടെ വരാം. എന്ത് പ്രശ്നത്തിനും, ലൈഫില് എന്ത് പ്രശ്നത്തിനും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ പരിഹാരം കിട്ടും. ചിലർ ചോദിച്ചു വാങ്ങിക്കുന്നതും എനിക്ക് പ്രശ്നമല്ല, ഓട്ടോമാറ്റിക്കലി കിട്ടുന്നത് എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. മറ്റേതാവുമ്പോൾ അതിനകത്ത് പല മാർഗങ്ങൾ ഉണ്ടാവും, പല പണികൾ ചെയ്യേണ്ടി വരും, പല വഴികൾ കാണേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ ഒക്കെ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. മനുഷ്യനെ ബന്ധിക്കുന്നത് രണ്ട് ചങ്ങലകൾ. ആത്മാവിനെ ബന്ധിക്കുന്ന പ്രധാന രണ്ട് ചങ്ങലകൾ. ഒന്നാമത്തത്, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിൽ കുറ്റബോധത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത്, എങ്ങനെ ഞാൻ സറണ്ടർ ചെയ്യും? നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കണം, ഈ സറണ്ടർ എന്ന് പറയുന്നത്, ഈ സമർപ്പണം, ദൈവീകമായ സമർപ്പണം എന്ന് പറയുന്നത് എല്ലാം പൂർത്തിയാക്കിയവർക്കുള്ളതല്ല. എല്ലാം പൂർത്തിയായി, എല്ലാം റെഡിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോ, ഇവിടെ നിൽക്കണ്ട. ഞാൻ അവർക്ക് വേണ്ടിയുള്ളതല്ല. എന്റെ വിശ്വാസം അങ്ങനെ ഒരു മനുഷ്യനെ ഇല്ല എന്നുള്ളതാണ് നിലവിൽ. എല്ലാം പൂർത്തിയായി, ഞാൻ എല്ലാം റെഡി ആയിട്ടാണ്. എനിക്കെല്ലാം അറിയാം. ഞാൻ ചിലവരുണ്ട് വന്നിട്ട് പറയും എല്ലാം എനിക്കറിയാം, അതറിയാം, ഇതറിയാം, സൈക്കോളജി അറിയാം, നിങ്ങൾക്ക് മാങ്ങാത്തൊലി അറിയാം, മറ്റേതറിയാം, ഞാൻ സൈക്കോളജി പഠിക്കാൻ പോയി, ഞാൻ EFT പഠിക്കും, ഞാൻ NLP പഠിക്കും. ഇതൊന്നും ഇവിടെ ആവശ്യമില്ലാന്ന്. ഞാൻ ഇതിന്റെയൊക്കെ എല്ലാ അഭ്യാസം കഴിഞ്ഞ് ഇറങ്ങിയാന്ന്. എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എല്ലാം പഠിച്ചു, മതം പഠിച്ചു, സൈക്കോളജി പഠിച്ചു. ഇതൊക്കെ പഠിച്ചിട്ട് ലാസ്റ്റ് ഇതൊക്കെ മടക്കി കൂട്ടി വെച്ചേക്കും. അതൊന്നും ഇനി പഠിക്കണമെന്ന് തീരുമാനിച്ചേക്കും. ഇതെല്ലാം പഠിച്ചു. നിങ്ങൾ പഠിച്ച പോലെ നിങ്ങൾ പഠിച്ചതിന് അപ്പുറത്തും പഠിച്ചു. പോയി പഠിക്കാത്ത നാടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരേണ്ട ആൾക്ക് ഇവിടെ ഇല്ല. ഒന്നും തരാനില്ല ഇവിടെ. ഇതൊക്കെ പഠിച്ചിട്ട് എന്തേ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറാത്തെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. എല്ലാം പഠിച്ചെങ്കിൽ, എല്ലാം പഠിച്ചിട്ട് എന്തേ മാറാത്തെ? അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പഠിച്ചതെല്ലാം ഒരു വശത്ത് വച്ചിട്ട് വന്നം. എല്ലാം പൂർണ്ണമായവർക്കുള്ളതല്ല ഈ പരിപാടി, ഈ സമർപ്പണം. വേദനയുടെ ഭാരം വഹിച്ചു മടുത്തവർക്ക്, ഹൃദയത്തിലെ ഭാരം വഹിച്ചു മടുത്തവർക്ക്, രാവിലെ ഉറക്കത്തീന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ സ്വസ്ഥതയില്ലാത്തവർക്ക്, ജീവിതത്തിൽ എന്തോ ശൂന്യത അനുഭവപ്പെടുന്നവർക്ക്, എന്തോ ഒന്നും കൂടെ തികയാനുണ്ട് എന്ന് തോന്നുന്നവർക്ക്, അവർക്ക് മാത്രമുള്ളതാണ്. എന്തോ ഒന്നും കൂടെ വന്നാൽ ഞാൻ പൂർണ്ണമായി എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള. അല്ലാതെ നിങ്ങളുടെ അസുഖം മാറ്റാനും ഇതൊന്നുള്ളതല്ല. നിങ്ങളുടെ അസുഖമൊന്നും ചുമ്മാ വന്നതല്ല. അതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്. എല്ലാം മാറ്റും. അപ്പൊ രണ്ട് ചങ്ങലകൾ, ആത്മാവിനെ തളയ്ക്കുന്ന രണ്ട് ചങ്ങലകൾ. ഒന്ന്, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന ബോധമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തവനാണ്. ഞാൻ എത്രയൊക്കെ ഞാൻ പശ്ചാത്തപിച്ചാലും എന്റെ തെറ്റ് വിട്ടു പോവുമോ? അല്ലെങ്കിൽ രണ്ടാമത്തെ ചങ്ങല എന്ന് പറയുന്നത്, ഞാൻ അവരെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, പക്ഷെ അവരെന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ചങ്ങലയുണ്ട്. ഈ രണ്ട് ചങ്ങലയില്ലാത്ത മനുഷ്യൻ വളരെ കുറവായിരിക്കും. നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഭയങ്കര ഡീസന്റ് ആണ്, ഞാൻ നല്ലവനാണ്, ഞാൻ എല്ലാവരെയും സഹായിച്ചു, അവര് എന്നെ അവഗണിച്ചു.
ഈ 2 ചങ്ങല, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തവനാണ്, എപ്പോഴോ ഞാൻ തെറ്റ് ചെയ്തു. 2 ചങ്ങല ഇല്ലാത്തവർ വളരെ അപൂർവമാണ്. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും നിങ്ങളുടെ ആത്മാവിന്റെ കാലിൽ കാണും. ആത്മാവിനെ മുറുകെ പിടിക്കുന്ന, വരിഞ്ഞു മുറുക്കുന്ന 2 ചങ്ങലകളാണ്. ഒന്ന് കുറ്റബോധം, 2 പരാതി. നിങ്ങൾ ചെയ്തതിലുള്ള കുറ്റബോധം, നിങ്ങളോട് ചെയ്യുന്നതിനുള്ള പരാതി. ഈ 2 എണ്ണം ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? എടുത്ത് പുറത്തു കളയും. ശരീരത്തിന്റെ പാതി ഭാരം കുറയും, മനസ്സിന്റെ. 2ഉം വലിയ ഭാരമുള്ളതാണ്, വലിയ ഭാരമുള്ളതാണ്. 2ഉം ശാശ്വതമായി വിട്ടുപോകാത്തതാണ്. വലിയ ബുദ്ധിമുട്ടാണ്. നെഞ്ചിനെ ഉള്ളിലെ നിശബ്ദമായ തടവറയ്ക്കുള്ളിൽ വേദന കൊണ്ട് ബന്ധിക്കപ്പെട്ട ആത്മാവിന്റെ ആ രോദനം, അതാണ് നിങ്ങളുടെ വിഷമങ്ങൾ. ആ ചങ്ങലകൾ നിങ്ങൾക്ക് പൊട്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പാദത്തിൽ, ദൈവപാദത്തിൽ, ഈശ്വരപാദത്തിൽ, സൃഷ്ടാവിന്റെ പാദത്തിൽ, കർത്താവിന്റെ പാദത്തിൽ, അള്ളാഹുവിന്റെ പാദത്തിൽ നിങ്ങൾ കൊണ്ടുവരിക. എന്തിനാണ്? വിധിക്കാൻ വേണ്ടിയിട്ടല്ല, ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ചങ്ങലകൾ ഉരുകിപ്പോകാൻ വേണ്ടി. ചങ്ങല ഉരുകിപ്പോകാൻ വേണ്ടി. അവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാവ് കീഴടങ്ങുമ്പോൾ അത് നാണിച്ചു നിൽക്കുന്നില്ല. അത് നാണിച്ചു നിൽക്കുന്നില്ല. ആത്മാവ് ഇങ്ങനെ പറയും, അതെ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പല തെറ്റും ചെയ്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തെ പരാജയപ്പെടുത്തി, എന്നെ സ്നേഹിച്ചവരെ ഞാൻ പരാജയപ്പെടുത്തി, എന്നെ സ്നേഹിച്ചവരെ ഞാൻ വേദനിപ്പിച്ചു, ഞാൻ അറിയാതെ ചില തെറ്റുകൾ ചെയ്തു പോയി, പലതും ചെയ്തു പോയി, പല തെറ്റും ചെയ്തിട്ടുണ്ട്. എനിക്ക് ചിലത് പറയാൻ പോലും പറ്റൂല. അതുപോലെ തന്നെ എന്നെ ഒരുപാട് ദ്രോഹിച്ചവരുണ്ട്, വഞ്ചിച്ചവരുണ്ട്. ഞാൻ സ്നേഹിച്ചവരാണ് എന്നെ വഞ്ചിച്ചത്. ഞാൻ ഇപ്പോഴും എപ്പോഴും എൻ്റെ ശരീരത്തിലും ആത്മാവിലും ഈ വേദന വഹിക്കുന്നു. എന്നിട്ടും എല്ലാം എനിക്ക് നൽകുന്ന നാഥ, ഞാൻ നിന്നിലേട്ട് ഇതെല്ലാം വയ്ക്കുന്നു. നിന്നിലേട്ട് വയ്ക്കുകയാണ്, സമർപ്പിക്കുക. അതാണ് സമർപ്പണം. എല്ലാം, എന്നിട്ടും എല്ലാം എന്നെ വഞ്ചിച്ചതും ഞാൻ വഞ്ചിച്ചതും തെറ്റ് ചെയ്തതും എന്നോട് ചെയ്തതും എല്ലാം, അതാണ് യഥാർത്ഥ ആൽക്കമി. അതാണ് യഥാർത്ഥ കെമിസ്ട്രി. അതാണ് യഥാർത്ഥ കെമിസ്ട്രി. അവിടെ നിങ്ങളുടെ വേദനയെ നിങ്ങൾ സമർപ്പണത്തിലേട്ട് ലയിക്കാൻ വിട്ടുകൊണ്ട് വെളിച്ചത്തെ ഉള്ളിലേട്ട് കടക്കാനുള്ള വാതിലായി നിങ്ങൾ മാറും. നിങ്ങൾ എന്താണ് ഉള്ളിൽ വഹിക്കുന്നത്, അതിനൊരു പേര് നൽകണം. നിങ്ങൾ അതിനൊരു പേര്, നിശബ്ദതയോടെ നിങ്ങൾ ഇരുന്നിട്ട് ആലോചിക്കണം, എന്താണ് എൻ്റെ ദുഃഖം? ഇതെന്റെ ദുഃഖമാണ്, എൻ്റെ കുറ്റബോധമാണ്, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു വേദനയാണ്, ഒരു വേദന, ഒരു വിഷമം. അത് കൈമാറുക. നിങ്ങൾ അതെന്താണെന്ന് നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുക, കണ്ടെത്തുക, കൈമാറുക. ആർക്ക് കൈമാറുക? വായുവിനല്ല, പ്രപഞ്ചത്തിനല്ല, ഈ ഭൂമിയിലേട്ടല്ല, യൂണിവേഴ്സിനല്ല, ഡിവൈൻ പ്രസൻസിലേട്ട്. അതാണ് നിങ്ങൾ നിശബ്ദമായിട്ടിരിക്കുന്നത്. ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റ് സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിശബ്ദമായി നിങ്ങൾ കണക്ട് ആകുന്ന സമയത്ത് ഞാനൊരു ചാനലായി മാറുകയാണ്. ഇവിടെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച ഒരു മനുഷ്യന് നിങ്ങളുടെ ചാനലായി മാറാൻ കഴിയും. അതാണ് ഈ ഒരു പ്രോസസ്സിന് ഒരു ഗുരുവിന്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഗുരു നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. എപ്പോഴൊക്കെ? എപ്പോഴും ഉണ്ടാവണം. എപ്പോഴും ഉള്ളവർക്ക് എപ്പോഴും സാധിക്കും. ഗുരു ഫിസിക്കലായിട്ടല്ല വേണ്ടത്. ഇത് പഠിപ്പിക്കുന്ന ഇതൊരു ചെയിനാണിത്. ഒരു സുപ്രീം കമാൻഡന്റ്, അതിന് താഴെ അങ്ങനെയാണ് ലോകം. അതിന്റെ താഴെ കുറച്ചു പേര്, അതിൽ നിന്ന് കണക്ഷൻ ആയിട്ട് വരുന്ന ആളുകൾ. ഭൂമി അങ്ങനെയല്ലേ? ഭൂമി അതിന് ചുറ്റും ഒരു പ്ലാനറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ല, അല്ലെ? അതിൽ നിന്ന് അടുത്തതിലിട്ട് കണക്ഷൻ, അങ്ങനെ കണക്ട് ചെയ്ത് പോവാണ് ചുറ്റും. സോൾ മാസ്റ്റർ, സോൾ ട്രെയിനേഴ്സ്, മിറാക്കിൾ മിഷൻ ട്രാവലേഴ്സ്, മിറാക്കിൾ മോർണിംഗ് ട്രാവൽ.
ഐ ആം ഓൾസോ, ഞാനും എന്റെ മെന്റർ, അങ്ങനെ ഇത് കണക്ഷനാണിത്. ഈശ്വരനിലായിട്ടുള്ള കണക്ഷൻ, ദൈവത്തിലേട്ട്, സൃഷ്ടാവിലേട്ട്, യഹോവയിലേട്ട്, അള്ളാഹുവിലേട്ട് കണക്ട് ചെയ്യുകയാണ്. ഇത് മതം പറയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ മതമൊന്നും പറയുന്നില്ല ഇവിടെ. മതം പറയേണ്ട ആവശ്യമില്ല ഇവിടെ. മതം പറയേണ്ട ആവശ്യമില്ല. നിങ്ങള് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ എന്ന് തിരിച്ചറിയുക, നിങ്ങൾ അത് കൈമാറുക ഡിവൈൻ പ്രസൻസിന്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ പരമ സൃഷ്ടാവിന്, പരമാത്മാവിന്, പരബ്രഹ്മത്തിന്, കർത്താവിന്, അള്ളാഹുവിന്, നിങ്ങളുടെ സൃഷ്ടാവിന് നിങ്ങൾ കൈമാറുക. അത് കൈമാറുക. എനിക്ക് വേദനിച്ചിട്ടൊന്നുമില്ല, എനിക്ക് വിഷമമൊന്നും ഇല്ല എന്ന് നടിക്കുന്നത് നിർത്തുക. അങ്ങനെ നടിക്കരുത് ഒരിക്കലും. എനിക്ക് പ്രശ്നമില്ല, എനിക്ക് വേദനയില്ല എന്ന് നടിക്കുന്നത് നിർത്തണം. എനിക്ക് വേദനയുണ്ട്, പക്ഷെ ആ വേദന അതിനുള്ളിലൂടെ വരുന്ന വെളിച്ചമാണ്. എന്റെ മുറിവുകളെല്ലാം, എന്റെ വേദനകളെല്ലാം പവിത്രമാണ്. കാരണം ആ പവിത്രത ഉള്ളത് കൊണ്ടാണ് എനിക്ക് ദൈവിക സാന്നിധ്യം മനസ്സിലാകുന്നത്. എന്തെങ്കിലും വേണ്ടി ശ്രമിച്ചോണ്ടല്ല, സത്യസന്ധതയോടുകൂടി പറയുക, ഞാൻ ശുദ്ധനല്ല, ഒരുത്തനും ശുദ്ധനല്ല. തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ ലോകത്തില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ചെറുതാണെങ്കിൽ എന്തെങ്കിലും. ഒരു കള്ളെങ്കിലും പറയാത്ത മനുഷ്യനുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കള്ളെങ്കിലും പറയാത്ത? നിങ്ങളോടാണ് ചോദ്യം, അല്ലാതെ നിങ്ങളുടെ വിശുദ്ധാത്മാക്കളോടോ പുണ്യാത്മാക്കളോടൊന്നും അല്ല, മനുഷ്യനോടാണ്. ഇല്ല. ഒരു ചെറിയ കള്ളെങ്കിലും മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവും. അതെന്താണ്? ഞാൻ ശുദ്ധനല്ല, പക്ഷെ ഞാൻ നിന്റേതാണ്. ആരുടേതാണ്? ഡിവൈൻ്റെതാണ്, ഈശ്വരൻ്റെതാണ്, സൃഷ്ടാവിൻ്റെതാണ്. നമ്മൾ സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുമ്പോ പലപ്പോഴും നിങ്ങൾ കഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് എന്തോ ശ്രമിക്കുകയാണ് എന്ന് തോന്നും. അതാണ്. അപ്പൊ നിങ്ങൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന നീക്കം ചെയ്യണം. ആദ്യം വേദന നീക്കം ചെയ്യണം. അതെങ്ങനെയാണ്? ഒന്നും മനസ്സിലായില്ലെങ്കിലും ഞാൻ എല്ലാം സമർപ്പിക്കുകയാണ്, ഒന്നിനും വേണ്ടി ശ്രമിക്കുന്നില്ല. ഞാൻ ഒരിക്കലും എന്റെ ആഗ്രഹങ്ങളും അത് ഇല്ലെങ്കിലും ഒക്കെ ഞാൻ സമർപ്പിക്കുകയാണ്. എനിക്കൊരു കണ്ടീഷനും ഇല്ല ഞാൻ രക്ഷപ്പെടുന്ന ഒന്നുമല്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കായി സംഭവിക്കും. ഓട്ടോമാറ്റിക്കായി നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സമർപ്പണത്തിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുരുവിലൂടെ, നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ആത്മാക്കളെ, ഒരിക്കലും നിങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണനായി കാത്തിരിക്കരുത്. ജീവിതത്തിൽ എല്ലാം പൂർണ്ണമാവട്ടെ, ഞാൻ എല്ലാം റെഡി ആവട്ടെ. ജീവിതത്തിൽ ഒരിക്കലും മരണം വരെ നിങ്ങൾക്ക് എല്ലാം റെഡി ആവാൻ പറ്റൂല. ആർക്കും പറ്റൂല. ഇപ്പോ സമർപ്പിക്കും. നിങ്ങൾക്ക് കീഴടങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ എല്ലാ പിടിയും വിടുക. ഞാൻ ഒരു കണ്ടീഷനും വെക്കുന്നില്ല. എനിക്ക് സത്യം മാത്രമാണ് ആവശ്യം. ഞാൻ എല്ലാം ഇവിടെ വെക്കുന്നു. എന്നോട് ചെയ്തതും ഞാൻ ചെയ്തതും ഒക്കെ ഇവിടെ വെക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഉള്ളിൽ പിടിച്ചു വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രോസസ്സ് ശരിയാവൂല. നിങ്ങൾക്ക് ശരിയാവണമെന്നുണ്ടെങ്കിൽ 350 പേര് രാവിലെ കയറുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണം. ഇനിയുള്ള നിങ്ങൾ മുമ്പ് പോയ ക്ലാസ്സുകൾ പോലെ ഇതിനെ കാണരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് ഇത് ഫ്രീ അല്ല. ഈ പ്രോഗ്രാം ഫ്രീ അല്ല. ഫ്രീ ആണ്, പൈസ കൊണ്ട് ഫ്രീ ആണ്. പൈസ നിങ്ങൾ മുടക്കണ്ട. പക്ഷെ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങളുടെ ഇതിന്റെ ഫീസ്. ഒരാളിലേക്ക് നിങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഗുണം കിട്ടും. അതാണ്.
ഒരു ഗ്രാമത്തില് ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹീലിംഗ് ആയിരുന്നു. ആര് ചെന്നാലും സമാധാനം, സന്തോഷം, ഭയങ്കര ഹീലിംഗ്. എവിടെ ചെന്നാലും സമാധാനം, സന്തോഷം. ആര് വന്നിരുന്നാലും അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 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 പാട്ട് പാടും. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആനന്ദലബ്ധിയിലായി പോകും. പക്ഷെ അവൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റ് ചെയ്തപ്പോ അവളുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു പോയി, എന്തോ ഒന്ന്. പിന്നെ ആര് വന്നാലും സമാധാനമില്ല, സ്വസ്ഥതയില്ല, എല്ലാം പ്രശ്നം, എല്ലാം ബുദ്ധിമുട്ടുകള്, കഷ്ടപ്പാടുകള്, സ്വന്തത്തിലും കഷ്ടപ്പാടുകള്. അവള് ആ പാട്ട് നിർത്തി, പ്രാർത്ഥിക്കുന്നത് നിർത്തി, എല്ലാം നിർത്തി. ഒരു രക്ഷയില്ല. ഓരോ ദിവസവും അവള് ഒരു നദിയുണ്ട് അവിടെ, ആ നദിക്കരയിലിട്ട് പോയി സ്വസ്ഥമായി അവിടെ നിശബ്ദമായി ഇരിക്കുമായിരുന്നു. അതെല്ലാം നിർത്തി. പകരം അവിടെ പോയി ഇരുന്നിട്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണേ, 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 ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. കുമ്പസാരം, തൗബ, പശ്ചാത്താപം. നിങ്ങൾക്ക് പല പേരിൽ വിളിക്കാം. എല്ലാ ദിവസവും ഇത് തന്നെ. ക്ഷമിക്കണേ, 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 ക്ഷമിക്കണേ. ഒന്നും മാറിയില്ല. ഓരോ ദിവസം ചെല്ലുന്തോറും ഉള്ളിലെ ആദി കൂടിക്കൊണ്ടിരുന്നു. പല അസുഖങ്ങളായിട്ട് അത് പുറത്തേട്ട് വരാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഒരു വിശുദ്ധനായ ഒരു മനുഷ്യൻ വരുന്നത്. സറണ്ടർ ചെയ്ത് എല്ലാം സമർപ്പിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യയിൽ വന്നപ്പോ തന്നെ അവൾക്ക് അറിയാൻ തുടങ്ങി, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതാ ഇപ്പോ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. എന്നോട് ദൈവം പൊറുക്കാൻ, അല്ലെങ്കിൽ എന്റെ ഈ അവസ്ഥ മാറാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോ ആ വിശുദ്ധൻ പറഞ്ഞു, നിനക്ക് എന്തുകൊണ്ടാണ് ദൈവം നിന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ നിനക്ക് ക്ഷമ കിട്ടണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ലജ്ജ വഹിക്കുന്നു, എനിക്ക് നാണാണ്, ഞാൻ മൊത്തം തകർന്നതായി തോന്നി. അപ്പോൾ ആ വിശുദ്ധൻ ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, പൂർണ്ണതയുള്ളവർക്ക് കീഴടങ്ങാൻ കഴിയുമെങ്കിൽ ഒരാത്മാവും ഒരിക്കലും ദൈവത്തിലേക്ക് മടങ്ങുകയില്ല. പൂർണ്ണതയുള്ളവർക്ക് മൊത്തം പൂർണ്ണമായവന്, എല്ലാം ശരിയായവന് ഒരിക്കലും ദൈവത്തിലേക്ക്, ഒരാത്മാവിനും, എല്ലാം ശരിയായ ഒരു ആത്മാവിനും ദൈവത്തിലേക്ക് മടങ്ങാൻ കഴിയൂല. അതുകൊണ്ട് എല്ലാം ശരിയല്ല എന്നുള്ളത് നീ മനസ്സിലാക്കുക. എല്ലാം ശരിയല്ല. അതിനുശേഷം ആ വിശുദ്ധനായ മനുഷ്യൻ നിലത്ത് നിന്ന് പൊട്ടിയ ഒരു കളിമൺ പാത്രം എടുത്തു. എന്നിട്ട് അത് നദിയിൽ മുക്കി വെള്ളം എടുത്ത് ഇങ്ങനെ മുകളിലോട്ട് കാണിച്ചു. കണ്ടോ, ഈ തകർന്ന ആ തുളയ്ക്കുള്ളിലൂടെയും വെള്ളം താഴോട്ട് വന്ന് ഇത് ഭൂമിയെ, ചെടികളൊക്കെ വളരാൻ വേണ്ടി അനുഗ്രഹിക്കുന്നത് നീ കാണുന്നില്ലേ? അതുകൊണ്ട് നിന്റെ മുറിവുകൾ മറയ്ക്കുന്നത് നീ നിർത്തുക. അത് ചാനലായി മാറുക. ആ മുറിവുകൾ നിങ്ങളുടെ വിശുദ്ധമായ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ കടന്നു വരാനുള്ള ഒരു ചാനലായി മാറുക. ചാനൽ. നീ പറയുക, എനിക്കിതെങ്ങനെ ഉപേക്ഷിക്കണമെന്നറിയില്ല, പക്ഷെ ഞാനിതാ നിന്റെ തൃപ്പാദത്തിൽ, നിന്നിൽ തന്നെ, പരമാത്മാവേ, ഈശ്വര, സൃഷ്ടാവേ, ദൈവമേ, അള്ളാഹുവേ, നിശബ്ദമായിരിക്കുന്നതിന് മുമ്പ് അങ്ങനെയാണ് സറണ്ടർ ചെയ്യേണ്ടത്. എല്ലാം, എനിക്ക് എന്താണ് ഇത് ഉപേക്ഷിക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എല്ലാം, എന്നിൽ ബാക്കിയുള്ളതെല്ലാം, ഞാൻ എന്ന പാവവും എല്ലാം ഞാൻ ഇവിടെ വച്ചിരിക്കും. അങ്ങനെ നിശബ്ദമായിരുന്ന അവൾ കരഞ്ഞു. കുറ്റബോധം കൊണ്ടല്ല, അന്ന് വരെ വച്ചിരുന്ന ഒരു ഭാരം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണ കണ്ടിട്ട്.
അവൾക്ക് മനസ്സിലായി ദൈവം ഒരിക്കലും, ഈശ്വരൻ, ദൈവം, സൃഷ്ടാവ്, കർത്താവ്, അള്ളാഹു ഒരിക്കലും അവളെ ഉപേക്ഷിച്ചിരുന്നില്ല. അവളെ ഉപേക്ഷിച്ചിരുന്നില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം പിറ്റേന്ന് രാവിലെ ആ ഗ്രാമത്തിലെ ആളുകൾ അവക്കടെ പാട്ട് വീണ്ടും കേട്ടു. ക്രമേണ അവളുടെ മുറിവ് ഒരു കവാടമായി മാറി. ആളുകളെ സ്വീകരിക്കുന്ന, ആളുകൾക്ക് ഹീലിംഗ് നൽകുന്ന, വിഷമങ്ങൾ മാറ്റുന്ന, സങ്കടങ്ങൾ മാറ്റുന്ന ഒരു കവാടമായി മാറി. നിങ്ങളുടെ വേദന, നിങ്ങളുടെ പാവം, നിങ്ങൾക്കേറ്റ വേദന, ഇതൊന്നും നിങ്ങളെ സമർപ്പിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കുന്നില്ല. ഒരു രീതിയിലും അയോഗ്യരാക്കുന്നില്ല. അത് നിങ്ങൾക്കുള്ള ക്ഷണമാണ്. നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ക്ഷണമാണ്. വരൂ. നിങ്ങളുടെ നാണക്കേട്, ബുദ്ധിമുട്ട്, വിഷമം ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. അത് വഴിപാടാണ്. വഴിപാട്. നീ ബലമായിട്ട് മറച്ചു വെക്കുന്ന ആ വാതിലുണ്ടല്ലോ, ആ വാതിലുണ്ടാക്കുന്ന ഒരു വിടവാണത്. അത് ആ വെളിച്ചം കടന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ ജനനത്തിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതിലേട്ട് നീ കടന്നു വരൂ. നിന്റെ എന്ത് പ്രശ്നവും ഇവിടെ പരിഹരിക്കാം. മനസ്സിലായോ? ഇന്നലെ ഞാന് ഒരു ഓർഫൻ കൊച്ചിനെ അഡോപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ആള് ഇതിനകത്ത് ഉണ്ടോ? നിലവിൽ എത്തിയിട്ടുണ്ടോ ആള്? ഗൾഫിൽ നിന്ന് എങ്ങാണ്ട് പങ്കെടുക്കുകയെന്ന് പറഞ്ഞ് ആള് വന്നിട്ടുണ്ടോ? ഇതിനകത്തുണ്ടോ? ഉണ്ട്. ഓക്കെ. ആ ചെയ്യുന്ന കാര്യം നിങ്ങളല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുന്ന ആർക്കും അറിയാം. കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നത് കുട്ടി അറിയാൻ പാടില്ല, നിങ്ങളാണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഞാന് നാട്ടിലെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ, അമ്മ, എന്റെ ബ്രദർ. കാരണം അവരാണല്ലോ എനിക്ക് നോക്കി തരേണ്ടത്. പിന്നെ എന്റെ ഹസ്ബൻഡും. വേറെ ആരും. അത് കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ആ സ്ഥാപനത്തിന്റെ ഉടമ അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവരറിഞ്ഞോട്ടെ, പക്ഷെ കുട്ടി ഒരിക്കലും അറിയാൻ പാടില്ല. ഓക്കെ. വലുതായി കഴിഞ്ഞൊക്കെ പിന്നീട് അറിഞ്ഞോട്ടെ. ഇപ്പൊ ഒന്നും അറിയിക്കരുത്. ആരും ഒന്നും പറയരുത്. ചോദിച്ചോ, എന്താ സംശയം? ചോദിച്ചോ. ഇങ്ങനെ ചെയ്താ മതിയാവൂലേ? ഇങ്ങനെ മാത്രം ചെയ്താ മതിയാവൂലേ? മതി കേട്ടോ. നമ്മള് ഒരാത്മാവിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ മറുവശത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ ബാലൻസ് ചെയ്യാൻ ഒരാത്മാവിന് പുണ്യം ചെയ്യണം അല്ലെ? പുണ്യം ചെയ്യണം. സഹായിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇങ്ങനെ താന്നിരിക്കുന്ന തട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഉയരും. ഇപ്പൊ നിലവിൽ താന്നല്ല ഇരിക്കണേ, ഒരുപാട് താന്നായിരിക്കണേ അല്ലെ? ഒരുപാട് ഇത് മുകളിൽ നിൽക്കുക അല്ലെ? ലോകത്ത് ആകെ ഒരു തെറ്റേ ഉള്ളൂ. നിങ്ങൾ ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റെല്ലാം സംഭവിക്കുന്നത് ഒറ്റ തെറ്റിലേട്ടാണ്. എന്താണ്? ആർക്കും പറയാവോ? ഇത്രയും ദിവസമായിലിരിക്കണോ? പ്രോസസ്സിലേക്ക് പോവാ. അതിനു മുമ്പ് ആരെങ്കിലും പറ. ലോകത്താകെ ഒരു തെറ്റുള്ളൂ. ഒരാളെ കൊല്ലുക, ഒരാത്മാവിനെ നശിപ്പിക്കുക. ഒരാളെ കൊല്ലുക എന്നുള്ളതാണ്. ആത്മാവിനെ ഇല്ലാതാക്കുക. ഒരാത്മാവിനെ ഇല്ലാതാക്കുക എന്നുള്ളതുമല്ല. ഏകദേശം അടുത്താണ് അത് ആ വാചകം. ആത്മാവിനെ വേദനിപ്പിക്കുക എന്നുള്ളത്. യെസ്. ലോകത്ത് ഒരൊറ്റ ഇതുള്ളൂ. ആത്മാവിനെ കൊല്ലാൻ പറ്റൂല. ആത്മാവിന് ജനനമില്ല, മരണമില്ല. ഒരാത്മാവിനെ വേദനിപ്പിക്കുക എന്ന പണി മാത്രമേ ഇവിടെ കുറ്റമുള്ളൂ. പക്ഷെ അന്ന് എന്റെ ആ ഒരു ഡോക്ടർമാർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇനി ആ 1000 കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ സംഭവിച്ചത് നമ്മൾ എന്ത് ചെയ്യുക? പരിഹരിക്കുക. പരിഹാരമാണിത്. പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മുടെ പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഇത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്തതാരാ?
അൾട്ടിമേറ്റ്ലി അതിന്റെ ഞാനാണ് അൾട്ടിമേറ്റ്ലി ആരാണ്? എല്ലാം ചിലപ്പോ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടോട്ടെ. നമ്മുടെ ജീവഭയത്താലാണ് നമ്മൾ ചെയ്തത്. അതെ. അപ്പൊ നമ്മൾ വേറൊരു ആത്മാവിനെ നമ്മുടെ ജീവഭയത്താൽ നമ്മൾ ഇത് ചെയ്യുകയല്ലേ ചെയ്തത്, ബുദ്ധിമുട്ടിക്കുകയല്ലേ ചെയ്തത്. കൊന്നിട്ടില്ല, അതെ. കൊല്ലാൻ പറ്റൂല. ബുദ്ധിമുട്ടിച്ചു, വേദന നൽകി. അത് തന്നെയാണ് ഭൂമിയിൽ എല്ലാരും ചെയ്യണത്. മനസ്സിലാക്കിക്കോ, നിങ്ങൾ എല്ലാരും മനസ്സിലാക്കിക്കോ കേട്ടോ. അപ്പൊ നമ്മള് അങ്ങനെ ഒരു വേദന നൽകിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബാലൻസ് ചെയ്യാൻ വേറൊരു ആത്മാവിന് നന്മ സഹായിക്കണം. ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതാരും അറിയാനും പാടില്ല. ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇനി ഒരാളെ നോക്കണ്ട്. അപ്പൊ നിങ്ങക്ക് അവിടെ എന്നാ കിട്ടണത്? അത് കിട്ടും. ഞാൻ ഒരാളെ നോക്കണ്ട്, ഞാൻ ചെയ്യണ്ട, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആയിരിക്കരുത് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം നമ്മുടെ പുണ്യത്തിന്റെ തട്ട് ഉയരുക എന്നത് മാത്രമായിരിക്കണം. ക്ലിയർ അല്ലേ? ഒന്നുകൂടി ചോദിച്ചോട്ടെ. അപ്പൊ ആ. ഇപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ വലുതായി ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഒക്കെ അപ്പോഴേക്കും നിങ്ങൾ നോക്കേണ്ടി വരും. അത് അന്നേരം ഞാൻ നോക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് അതിന് അന്നേരം ഉണ്ടാവും. പോരെ, ഒന്നും നോക്കാതെ എടുത്തു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. വെയിറ്റ് ആൻഡ് സീ. അല്ലല്ല, ഞാൻ ചോദിച്ചത് ആ കുട്ടി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോവാണെങ്കിൽ മറ്റൊരു ആളുടെ അടുത്താവുമല്ലോ. അപ്പൊ ഞാൻ വേറൊരു കുട്ടീനെയാണോ സഹായിക്കേണ്ടത്, ഈ വേണ്ട കുട്ടീനെ വേണ്ട തന്നെ? വേണ്ട 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 അതിൽ തീർന്നു. എങ്ങനെ മനസ്സിലായില്ല? ആ അതായത് ഒരു ഇന്ന് ഞാൻ ഒരു കുട്ടീനെ നോക്കിയാൽ മതി. ഓക്കെ, കല്യാണം കഴിഞ്ഞാലും ഞാൻ ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി എന്നാണോ? മതി. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാധ്യത തീർന്നു. ഓക്കെ അതുവരെ ഓക്കെ. ഒരു കുറ്റബോധം കൊണ്ട് നടക്കൂല കേട്ടോ. ഒരു കുറ്റബോധം ഒന്നും പേറിയാലൊന്നും ഒരു കാര്യം നടക്കൂല. ഓക്കെ, ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യണം. ഞാൻ മാഡത്തിന്റെ അടുത്തല്ല പറഞ്ഞ, വേറൊരാളുടെ അടുത്ത് പറഞ്ഞ. ഓക്കെ, പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാം റെഡിയായേ? അത് കഴിഞ്ഞ് സംസാരിക്കാം കേട്ടോ. അപ്പൊ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്നിപ്പോ 370 പേരായി. ഈ പ്രോസസ്സിന്റെ ഇടയിൽ കണ്ണ് തുറന്ന ഓടിപ്പോകാനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പൊക്കോ. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഇതൊരു വളരെ ചെറിയ പ്രോസസ്സാണ്. ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിന് വരെ നീണ്ടു നിൽക്കുന്ന വളരെ ചെറിയ പ്രോസസ്സാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങി പോകാനാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ നിൽക്കണ്ട, പൊക്കോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ആ 12 മിനിറ്റ് അല്ലെങ്കിൽ 13 മിനിറ്റ് കണ്ണടച്ചിരുന്നാലേ കിട്ടുള്ളൂ. അത് കണ്ണടച്ച് ആദ്യത്തെ ദിവസം വന്ന ആൾക്കാർക്കൊന്നും ആദ്യത്തെ ദിവസം തന്നെ എന്തെങ്കിലും ഫീൽ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഫീൽ ചെയ്യാം, ചിലപ്പോൾ ചില കളറുകൾ കാണാം, ചിലപ്പോൾ ചില ലൈറ്റ് കാണാം, ചിലപ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാവാം, ചിലപ്പോൾ പെയിൻ ഉണ്ടാവാം, ചിലപ്പോൾ കണ്ണ് പെട്ടെന്ന് തുറക്കണം എന്ന് തോന്നാം, ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് പിടിച്ച് വലിക്കാനായിട്ട് തോന്നാം. ഇതൊക്കെ ഇതിനകത്ത് സംഭവിക്കും. പക്ഷെ നിങ്ങൾ 100% സുരക്ഷിതരാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. ഓക്കെ, ഒന്നും സംഭവിക്കൂല. നിങ്ങൾ ഇരിക്കുക. നോ റീസൺസ്, ഒരു എക്സ്ക്യൂസും ഇല്ല, ഇതിന് ഒരു കാരണവും. നിങ്ങൾ എങ്ങനെ ടൈം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 7 പേര് പോയി. ഇനി ആർക്കെങ്കിലും പോണെങ്കിൽ ഇപ്പൊ പോവാം. കണ്ണ് അടച്ചിട്ട് ഇറങ്ങിപ്പോവാൻ നിൽക്കണ്ട. ഓക്കെ, ഒരാളും കൂടെ പോയി. ഇനി ആരെങ്കിലും പോണെങ്കിൽ ഇപ്പൊ പോവാം.